കണ്ടുമുട്ടി. അവരങ്ങനെ സംഭാഷണം നടത്തി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവർ വലിയ ചങ്ങാതിമാരൊന്നുമല്ല. അവരങ്ങനെ നടന്നു പോകുമ്പോൾ ഇനി ഒരു നദി മുറിച്ച് കടന്ന് അക്കരെ എത്തണം. അവർ നോക്കിയപ്പോൾ ഒരു പാലമുണ്ട്. 2 തെങ്ങിൻ തടികൾ ചേർത്തിട്ടൊരു പാലം. അപ്പം മുന്നിൽ നിന്നൊരാൾ നടന്നുപോയി. ആ മുന്നിൽ നിന്ന് പോയ വ്യക്തിക്ക് ബാലൻസ് കിട്ടുന്നില്ല. അയാൾ നദിയിൽ പൊടുന്നനെ വീണു. ഇത് കണ്ട പിന്നിൽ നിന്ന മനുഷ്യൻ മറ്റൊന്നും ചിന്തിച്ചില്ല. അയാൾക്ക് അത്ര നീന്തലൊന്നും വശമല്ല കേട്ടോ, ഒന്നും ചിന്തിച്ചില്ല. ഈ മനുഷ്യൻ ചാടി വീണു. ആ നദിയിൽ വീണ മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം തുടങ്ങി. കുത്തൊഴുക്കാണ് നദിയിൽ, കഠിനമായ ശ്രമം. കരയിൽ ഇരുവരും എത്തി. രക്ഷപ്പെടുത്തിയ മനുഷ്യൻ തീരെ അവശനായി. അദ്ദേഹം ഒരു ഭാഗത്ത് കിടക്കുകയാണ്. എന്നാൽ രക്ഷപ്പെട്ട മനുഷ്യൻ അത്ര അവശനല്ല. അയാൾ എഴുന്നേറ്റു. ശരീരത്തിലെയും വസ്ത്രത്തിൻ്റെയും ഈർപ്പം കളഞ്ഞു. മുടിയൊക്കെ നന്നായിട്ട് ചീകി ഒതുക്കി. എന്നിട്ട് നല്ല സുന്ദരനായി. ഈ സമയത്തേക്കും നാട്ടുകാർ പലരും ഓടിക്കൂടി. ഈ രക്ഷപ്പെട്ടവൻ തൻ്റെ കാര്യം ഭംഗിയായി നോക്കിയിട്ട് ആ രക്ഷപ്പെടുത്തിയവനെ തിരിഞ്ഞു നോക്കാതെ അവൻ നടന്നകന്നു. പ്രിയപ്പെട്ടവരെ, സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചൊരു ദൈവമുണ്ട്. ആ ക്രിസ്തുവിൻ്റെ രക്തമാണ് എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയത്. ചോദ്യം ഇതാണ്: ഞാനും നിങ്ങളും നന്ദിയുള്ളവരാണോ? ഇന്നത്തെ കുറിവാക്യം ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്നാൽ NRSV ഇംഗ്ലീഷ് ബൈബിളിൽ ഡു നോട്ട് ബി ഡിസേബ്ഡ്, വഞ്ചിക്കപ്പെടരുത്. ഗോഡ് ഈസ് നോട്ട് മോക്ക്ഡ്, ദൈവത്തെ പരിഹസിക്കാൻ കഴിയുകയില്ല. മലയാള ബൈബിൾ ദൈവത്തെ പരിഹസിച്ചുകൂടാ എന്നൊരാജ്ഞയാണ് പറയുന്നതെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു സ്റ്റേറ്റ്മെൻ്റാണ്: ദൈവത്തെ പരിഹസിച്ചുകൂടാ, അല്ലെങ്കിൽ ദൈവത്തെ പരിഹസിക്കാൻ കഴിയുകയില്ല. സ്നേഹിത, ഞാനും നിങ്ങളും ദൈവത്തെ പരിഹസിക്കുന്നവരാണോ? മുടി ചീകി ഒതുക്കി രക്ഷപ്പെട്ടവൻ രക്ഷപ്പെടുത്തിയവനെ തിരിഞ്ഞു നോക്കാതെ കടന്നുപോയതുപോലെ കാൽവരി ക്രൂശിലെ രക്തമാണ് എന്നെയും നിങ്ങളെയും രക്ഷപ്പെടുത്തിയതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ വാക്കുകൾ നാം ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നവരാകത്തില്ലേ? പരസ്പരം ഭാരങ്ങൾ ചുമക്കുക. ഓരോ ക്രിസ്ത്യാനിക്കും ദൈവം നൽകിയിരിക്കുന്ന ശക്തമായ ഉപദേശം. പരസ്പരം ഭാരങ്ങൾ ചുമക്കുക. സഭ നമുക്കിന്ന് ചിന്തിക്കാൻ തന്നിരിക്കുന്ന വിഷയം കാൾ ടു ബി ഷോൾഡർ ഈച്ച് അതേഴ്സ് ബാഡൻസ്. മറ്റുള്ളവരുടെ ഭാരങ്ങൾ പരസ്പരം ചുമക്കാനുള്ള ദൈവവിളി. 2 ചിന്തകൾ ഇന്നത്തെ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 ചിന്തകൾ പ്രാർത്ഥനയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കൃപയിൽ പങ്കാളിത്തവും ക്രിസ്തീയ ഭാരവഹനവും. കൃപയിൽ പങ്കാളിത്തം. ഞാൻ മറ്റൊരാളുടെ ഭാരങ്ങൾ ചുമക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ ശക്തനായിരിക്കണം. എനിക്ക് ശക്തിയില്ലാതെ, എനിക്ക് കാലിബർ ഇല്ലാതെ, എനിക്ക് പ്രാഗൽഭ്യമില്ലാതെ എനിക്ക് മറ്റൊരാളുടെ ഭാരങ്ങൾ ചുമക്കാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനാപൂർവ്വം ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ഈ കാലിബർ ഉള്ളവനാണോ? ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, യെസ്, എനിക്ക് ആ കഴിവുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? എൻ്റെ മിടുക്ക് കൊണ്ടല്ല, എൻ്റെ പ്രാഗൽഭ്യം കൊണ്ടുമല്ല, എൻ്റെ പ്രവൃത്തി കൊണ്ടുമല്ല. എന്തുകൊണ്ടാണ് ഞാൻ ഈ കഴിവുള്ളവനായത്, ഈ പ്രാപ്തിയുള്ളവനായതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായൊരു ദൈവം എന്നെ ശക്തനാക്കി. കൃപയാൽ, യോഗ്യതയല്ല, കൃപയാൽ. ഈ തിരിച്ചറിവാണ് കൃപയുടെ പങ്കാളിത്തം. മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കാൻ എന്നെയും നിന്നെയും ശക്തനാക്കുന്നത് ക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ പാപങ്ങൾ മോചിച്ചു, എൻ്റെ ശാപങ്ങൾ നീക്കി,
എന്നെ പ്രാഗൽഭ്യമുള്ളവനാക്കി. അതുകൊണ്ട് ഇനി ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കാൻ ഞാൻ ശക്തനാണ്. സ്നേഹിതരെ, നമ്മുടെ കൃപയുടെ ആഴമറിയണമെങ്കിൽ ബൈബിളിലെ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം. അവിടെ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട്, മൊഫീബേഷത്ത്. ആരാണ് ആ മനുഷ്യൻ? അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് യോനാഥാൻ്റെ പിതാവിൻ്റെ പേര് ശൗൽ. ദാവീദും ശൗലും തമ്മിലുള്ള ബന്ധവും നമുക്കറിയാം. ഏതു വിധേനയും ദാവീദിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശൗൽ. പക്ഷേ മകനായ യോനാഥാൻ, ശൗലിൻ്റെ മകനായ യോനാഥാൻ, ഒരാത്മീയ ബന്ധം, ആ ആത്മീയ ബന്ധത്തിൻ്റെ ആഴം കൊണ്ട് ദാവീദുമായി പറ്റിച്ചേർന്നിരുന്നു. ഒരു സംഘർഷത്തിൽ യോനാഥാൻ മരണപ്പെടുന്നു. യോനാഥാൻ്റെ മകൻ മൊഫീബേഷത്ത് ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഇതാ ഒരു ദാസി ഓടുന്നു. വീഴ്ചയിൽ ആ കുഞ്ഞിൻ്റെ 2 കാലുകൾക്കും വൈകല്യം സംഭവിക്കുന്നു. അങ്ങനെ 2 കാലുകളും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. പിന്നെ നമുക്ക് ആ മനുഷ്യനെ കാണാൻ കഴിയുന്നത് 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിലാണ്. അവിടെ നാം ആ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കിയാൽ 1-ാം വാക്യം പറയുന്നു, രാജകുടുംബത്തിൽ അംഗമാണ് മൊഫീബേഷത്ത്. പക്ഷേ 2-ാം വാക്യത്തിൽ ഒളിച്ചാണ് താമസം. രാജകുടുംബത്തിൽ അങ്ങ് ഒളിച്ച് താമസിക്കാൻ കാരണമുണ്ട്, ചില ന്യൂനതകൾ. 2 കാലുമില്ല. മാത്രമല്ല, ഇന്ന് രാജ്യം ഭരിക്കുന്നത് തൻ്റെ പിതാവിൻ്റെ ആ ശൗൽ പാരമ്പര്യമല്ല. ശൗൽ ശത്രുവായിട്ട് കണ്ട ദാവീദാണ്. ചിലപ്പോൾ വകവരുത്താനും സാധ്യതയുണ്ട്. ഒളിച്ച് തൻ്റെ ഒരു ബന്ധുവിൻ്റെ ഭവനത്തിൽ താമസിക്കുന്ന മനുഷ്യൻ. കുറച്ചുകൂടെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ 8-ാം വാക്യം പറയുകയാണ്, സ്വയം ശപിക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ചത്ത നായ എന്നാണ്. ചത്ത നായ. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ആത്മവിശ്വാസമല്ല, ഇനി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുമില്ല. ആ സ്ഥലത്ത് ദൈവമക്കളെ ഇതാ ദാവീദ് കൊട്ടാരത്തിൽ അവനെ വിളിക്കുകയും കൊട്ടാരത്തിലെ മേശയുടെ ചുറ്റും അവനിരിക്കാൻ അവസരം കൊടുക്കുകയും കൊട്ടാരത്തിലെ എല്ലാവിധമായ നന്മകൾ അവൻ ഒരുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഗ്രേസ്. നമ്മുടെ ഒരു പ്രതിനിധിയാണ് ഈ പറയുന്ന മൊഫീബേഷത്ത്. ഞാൻ അതാണ് പറഞ്ഞത്, യോഗ്യത കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, പ്രാഗൽഭ്യം കൊണ്ടല്ല, നമ്മുടെ ആരുടെയും മിടുക്ക് കൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ കൃപയാൽ ദൈവം നമുക്ക് നൽകിയ രക്ഷ. ഇത് മനസ്സിലാക്കാൻ ആദ്യം കഴിയട്ടെ. ഇത് മനസ്സിലാക്കിയാലേ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ചുമക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. അത് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ, മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ 4 പേർ ചേർന്നൊരു പക്ഷവാത രോഗിയെ ചുമന്നില്ലേ? ഈ 4 പേരെ പോലെ ആയിരിക്കും. കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ അവർ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ചുമക്കും. കൃപയാൽ ദൈവം എന്നെ നിലനിർത്തി, കൃപയാൽ ദൈവം എന്നെ വഴി നടത്തി. ഇതാണ് 1-ാമത്തെ ധ്യാനം, കൃപയുടെ പങ്കാളിത്തം. കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി എന്നെ രക്ഷിച്ചു. ഇത് വചനത്തിലൂടെയും വിശ്വാസത്തിലൂടെയും ഞാനെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണ്. ഈ 1-ാമത്തെ ഘട്ടം കഴിയുമ്പോഴാണ് ഭാരങ്ങൾ ചുമക്കാനുള്ള ആഹ്വാനം കർത്താവ് നമുക്ക് നൽകി നമ്മെ ശക്തീകരിക്കുന്നത്. 2-ാമത്തെ ധ്യാനചിന്ത ഇതാണ്, ക്രിസ്തീയ ഭാരവഹനം, കൃപാപൂർണമായ ദൈവബലി. ക്രിസ്തീയ ഭാരവഹനം, കൃപാപൂർണമായ ദൈവബലി. ഈ കൃപ അനുഭവിച്ചവർ പിന്നെ അടങ്ങിയിരിക്കത്തില്ല. 4 പേർ ഒരു പക്ഷവാത രോഗിയെ ചുമന്നുകൊണ്ട് വന്നതുപോലെ ചാടി രംഗത്തിറങ്ങും. മറ്റുള്ളവരെ സഹായിക്കാൻ വെമ്പൽ കാണിക്കും. അവർക്ക് 4 പ്രത്യേകതകളുള്ളതായിട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നു. 1-ാമത്തെ പ്രത്യേകത, അതിൻ്റെ 1-ാം വാക്യം, ക്രമം കെട്ട് കിടക്കുന്നതിനെ യഥാസ്ഥാനപ്പെടുത്തും. കുറ്റപ്പെടുത്തത്തില്ല കേട്ടോ, അവൻ മോശമാണ്, അവൻ കൊള്ളരുതാത്തവനാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ്റെ പാരമ്പര്യം ഇങ്ങനെയാണ്, കുറ്റപ്പെടുത്തത്തില്ലെന്നേ. യേശുവിൻ്റെ മുമ്പിൽ എത്രയോ പേര് വന്നു, യേശു ആരെയും കുറ്റപ്പെടുത്തിയില്ല, യഥാസ്ഥാനപ്പെടുത്തി. ഇനി പാപം ചെയ്യരുതെന്ന് കൽപ്പിച്ചു. 4 പേർ ആ ശാരീരികമായ ബലഹീനതയുള്ള മനുഷ്യനെ കുറ്റപ്പെടുത്തിയില്ല, യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി യഥാസ്ഥാനപ്പെടുത്തും.
അത് രക്ഷ അനുഭവിച്ചവന് മാത്രമേ കഴിയത്തുള്ളൂ. 2, എല്ലാ ഭാരങ്ങളും ചുമക്കും. മറ്റുള്ളവൻ്റെ ഭാരങ്ങളെ ചുമക്കാനുള്ള ഒരു പ്രാപ്തി അവർക്കുണ്ടാകും. ആ 4 പേരെ നോക്ക്, അവർ ഭാരങ്ങൾ ചുമന്നു. എന്തൊക്കെ ഭാരങ്ങളാണ്? ആ രോഗി എന്ന ഭാരം, സമൂഹം കളിയാക്കി എന്ന ഭാരം, സമൂഹം എതിർത്ത് നിന്നു എന്നുള്ള ഭാരം, ഒരാൾ മാറിക്കൊടുത്തില്ല എന്നുള്ള ഭാരം, മേൽക്കൂര എന്നുള്ള ഭാരം, എല്ലാ ഭാരങ്ങളും മാറ്റി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. 3, അതിൻ്റെ 3-ാം വാക്യം തന്നെയാണ്, പ്രശംസ അവർക്ക് ആവശ്യമില്ല. കാരണം എനിക്ക് ക്രിസ്തു നൽകിയതിനേക്കാളും ഒരനുഭവങ്ങളും ഈ ലോകത്ത് നിന്ന് വേണ്ട. തൻ്റെ ജീവനെ അവൻ എനിക്ക് നൽകിയാണ് ഞാൻ രക്ഷ പ്രാപിച്ചത്. അതുകൊണ്ട് ഞാൻ പ്രശംസ ആഗ്രഹിക്കത്തില്ല. വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയത്തില്ല. 4, സ്വയം ഭാരങ്ങൾ ചുമക്കും. ഞാൻ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ചുമന്നതുകൊണ്ട് എൻ്റെ ഭാരം അവൻ ചുമക്കണം. ഈ 4 പേരും അവരുടെ ആവശ്യങ്ങളൊന്നും ക്രിസ്തുവിനോട് പറയുന്നില്ലല്ലോ. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ ബോബി കട്ടിക്കാടച്ചൻ്റെ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു വാചകം. ആ വാചകം ഇങ്ങനെയാണ്: കിട്ടാത്ത സൗഭാഗ്യങ്ങളെ ഓർത്ത് കരയരുത്, കൊടുക്കാൻ കഴിയാത്ത സൗഭാഗ്യങ്ങളെ ഓർത്ത് വേദനിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രസംഗം 1 മിനിറ്റിൽ ഞാനൊന്ന് പറയാൻ ശ്രമിക്കട്ടെ. കാൽവരി ക്രൂശിലെ രക്തം എന്നെ വിലയ്ക്ക് വാങ്ങി. ഇനി ഞാൻ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ചുമക്കാൻ പ്രാപ്തനാണ്, ചുമക്കേണ്ടവനുമാണ്. ഇത് ചെയ്യുന്നില്ലെങ്കിൽ നന്ദിയില്ലാത്തവരാണ് നമ്മൾ. ആ നദിയിൽ വീണപ്പോൾ നീന്തൽ പോലും അറിയാത്തൊരു മനുഷ്യൻ എടുത്തു ചാടി നദിയിൽ വീണവനെ രക്ഷപ്പെടുത്തിയവൻ അവശനായി കിടന്നപ്പോൾ രക്ഷപ്പെട്ടവൻ എഴുന്നേറ്റ് ഈർപ്പമൊക്കെ മാറ്റി മുടിയൊക്കെ ചീകി സുന്ദരനായി നടന്ന് അകലും പോലെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ ഇത്രത്തോളം വിലയ്ക്ക് വാങ്ങിയെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ ശക്തീകരിച്ചെങ്കിൽ, ഇനി അവൻ്റെ വാക്കുകൾക്ക് ചെവി ചായ്ക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഈ നൊയമ്പ് കാലഘട്ടം അതിലേക്കുള്ളൊരു വിളിയാണ്. ആ സ്നേഹം മനസ്സിലാക്കാനുള്ളൊരു വിളിയാണ്. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. പരസ്പരം ഭാരങ്ങൾ ചുമക്കാം. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ, ആമേൻ.